എന്താ ദാവി ഇത് പറയുന്നത്? ജോനഥാൻ ചോദിച്ചു. ദാവി, നീ ജോയെ വിട്. ഇല്ല മിറിയം, ഇവൻ ചതിയനാ. ഇവൻ സാത്താന്റെ സന്തതിയാണ്. ഇവൻ കൊല്ലും നിന്നെ. മതി. മിറിയം ദാവീദിന്റെ കൈ പിടിച്ചു മാറ്റി. നിനക്കെന്താ അറിയാ ജോയെക്കുറിച്ച്? മിറിയം അവനെ നോക്കി. മിറിയം? ദാവീദ് അവളെ നോക്കി. സോറി ജോ. മിറിയം തിരിഞ്ഞ് ജോനഥാനെ നോക്കി. ഇറ്റ്സ് ഓക്കെ. നിനക്കെന്താ ദാവീദ്? മിറിയം ദാവീദിന്റെ മുഖത്ത് നോക്കി. നിന്റെ ഭരണങ്ങളെല്ലാം അവളുടെ അടുത്ത് മതി. എന്റെ അടുത്തും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും വേണ്ട. മിറിയം പറയുമ്പോഴെല്ലാം ദാവീദിന്റെ കണ്ണുകൾ ജോനഥാന്റെ മുഖത്തായിരുന്നു. ജോനഥാൻ ദാവീദിനെ നോക്കി. പതിയെ അവന്റെ മുഖത്ത് ഒരു ചിരി വിടരുന്നത് ദാവീദ് കണ്ടു. സോറി ജോ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. മിറിയം ജോനഥാനെ തിരിഞ്ഞു നോക്കി. ഇറ്റ്സ് ഓക്കെ മിറിയം, ഞാൻ പോവുക. അവൻ കാറിൽ കയറി. ജോനഥാൻ പോയപ്പോൾ അവൾ ദാവീദിനെ നോക്കി. നിനക്കെന്താ ദാവി? എന്റെ ഫ്രണ്ട് എന്നതിലുപരി ജോ എന്റെ പ്രൊഫസറാണ്. പ്രൊഫസർ? അവൻ പ്രൊഫസർ അല്ല. എന്തായാലും അവനോടുള്ള എല്ലാ കമ്പനിയും നീ അവസാനിപ്പിച്ചോളണം. അത് പറയാൻ നീ ആരാ? നീ ആരാ എന്റെ? മിറിയം? ദാവീദ് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി. അന്ന് ഏതൻ ഗാർഡനിൽ തീർന്നതാ നമ്മൾ തമ്മിലുള്ള ബന്ധം. നീ നിന്റെ ലൈഫ് അവിടുന്ന് തീരുമാനിച്ചതാ. പിന്നെന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നത്? ലീവ് മീ അലോൺ ദാവീദ്, പ്ലീസ്, ഐ ബെഗ് യു. നീ എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എന്തു പറയണം? പഴയതുപോലെ കളിച്ചു ചിരിച്ച് നിന്നെ സ്നേഹിച്ച് നടക്കണോ? എന്തിന്? പഴയ പോലെ നിന്നെ സ്നേഹിച്ചാൽ നീ റിബേക്കയെ ഒഴിവാക്കി എന്നെ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. സ്വാർത്ഥനാണ് നീ. നിനക്കെല്ലാം വേണം. എല്ലാവരും നിന്നോട് സ്നേഹത്തോടെ നിൽക്കണം. നീ എന്ത് ദുഃഖം കൊടുത്താലും നിന്നെ സ്നേഹിച്ച് പഴയതുപോലെ തന്നെ നിൽക്കണം, അല്ലേ? നീ എന്നെ മനസ്സിലാക്കുന്നില്ല മിറിയം. ഞാൻ അല്ലേ? നിന്നെ ഞാൻ മനസ്സിലാക്കുന്നില്ല അല്ലേ? നിന്നോടുള്ള അത്രയും സ്നേഹം ഒളിപ്പിച്ച് നടക്കുന്നത് നിനക്ക് വേണ്ടിയാ. എന്നിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നില്ല അല്ലേ? നോക്ക് ദാവീദ്, നീ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. മിറിയം തിരിഞ്ഞു നടന്നു. കിടന്നിട്ട് മിറിയത്തിന് ഉറക്കം വന്നില്ല. താൻ പറഞ്ഞത് ഏറിപ്പോയെന്ന് അവൾക്ക് തോന്നി. ഒന്നുമില്ലെങ്കിലും എന്റെ ദാവിയല്ലേ. സ്നേഹിക്കാനും ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരം കൊടുത്തതല്ലേ ഞാൻ. അവൾ എഴുന്നേറ്റിരുന്നു. ദാവിയോട് ക്ഷമ പറയണം. അവൾ എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. മിറിയം വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. ഇതെന്താ വാതിൽ തുറക്കാൻ കഴിയാത്തത്? അവൾ ചുറ്റും നോക്കി. പുറത്തു നിന്നുള്ള കാറ്റ് അകത്തേക്ക് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ ബാൽക്കണിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഒരു രൂപം വന്ന് അവളുടെ മുഖത്തേക്കടിച്ചു. ദാവീദ് പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മിറിയം നിലത്തേക്ക് വീണു. വലിയ 2 കൊമ്പോടു കൂടിയ ഒരു രൂപം മിറിയത്തിന് മുന്നിൽ വന്നു. അവൾക്ക് ശബ്ദം പൊങ്ങിയില്ല. മിറിയം പിന്നിലേക്ക് നീങ്ങി. 2 ആളുടെ വലിപ്പത്തിൽ അത് ഉയർന്നു. ഇന്ന് നീ എന്നെ കണ്ടിട്ട് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എസ്തേർ? ആ രൂപം അവളുടെ കഴുത്തിൽ പിടിച്ചു പൊക്കി. നിന്നെ പോലെ രാജകുടുംബത്തിൽ ജനിച്ച രക്തം എനിക്ക് പ്രാർത്ഥനയും ബലിയും അർപ്പിക്കുമ്പോൾ ഞാൻ നിന്റെ എല്ലാം ദൈവത്തിനു മുകളിലായിരുന്നു. ഇനിയും എനിക്കത് വേണം. പെട്ടെന്ന് വാതിൽ തുറന്നതും ആ രൂപം ദാവീദിനെ നോക്കി. മിറിയം! ദാവീദ് ഓടി വന്നതും ആ രൂപം ദാവീദിനെ ചവിട്ടിത്തെറിപ്പിച്ചു. നിലത്തേക്ക് വീണ ദാവീദ് എഴുന്നേറ്റ് നിന്നു. എവിടെ പോയാലും ഏത്തനായിരിക്കുക. അവന്റെ അബ്ബയുടെ വാക്കുകൾ അവൻ ഓർമ്മ വന്നു. ദാവീദ് കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ച് അബ്ബ പഠിപ്പിച്ചതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ രൂപം മിറിയത്തിന്റെ മേലുള്ള പിടിവിട്ട് മാഞ്ഞുപോയി. മിറിയം നിലത്ത് ശ്വാസം കിട്ടാതെ ചുമച്ചു. ദാവീദ് കണ്ണുകൾ തുറന്നു. വേഗം ഓടിച്ചെന്ന് അവൻ മിറിയത്തിന്റെ അടുത്തിരുന്നു. മിറിയം! അവൻ അവളെ എടുത്ത് കട്ടിലിൽ കിടത്തി. മിറിയം! ദാവി, വെള്ളം. ദാവീദ് അവൾക്ക് വെള്ളമെടുത്തു കൊടുത്തു. മിറിയം അത് മുഴുവൻ കുടിച്ചു. അതെന്നെ കൊല്ലും ദാവി, ആ രൂപം. ഇല്ല, ഞാനില്ലേ കൂടെ. അതൊന്നും ചെയ്യില്ല. അവൻ അവളുടെ മുടിയിൽ തലോടി. എന്നും എന്റെ കൂടെ ഉണ്ടായിക്കൂടെ? മിറിയം അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്നും എപ്പോഴും നിനക്കൊപ്പം തന്നെയുണ്ട്. എന്റെ കഥയും കടമയും കർമ്മവും നിന്നിൽ മാത്രം അവസാനിക്കുന്നതല്ല. മറ്റാരെക്കാളും നിനക്കെന്നെ മനസ്സിലാകില്ലേ? മിറിയം മൂളി. ഉറങ്ങിക്കോളും മിറിയം. ദാവീദ് അവളുടെ മുടിയിൽ തലോടി. എന്നും നിനക്കെന്റെ കാവലുണ്ടാകും. മിറിയം കണ്ണുകൾ അടച്ചു. എന്നും നിനക്ക് നിന്റെ ഇമ്മാനുവലിന്റെ കാവലുണ്ടാകും.
ദാവീദ് മനസ്സിൽ പറഞ്ഞു. നിനക്ക് വേണ്ടി തന്നെയാ എസ്തേർ ഞാൻ പുനർജനിച്ചത്. പക്ഷെ നമുക്കപ്പുറം നിന്നെപ്പോലെ തന്നെ എന്നോട് ബന്ധമുള്ള ഒരാൾ കൂടി പുനർജനിച്ചിട്ടുണ്ട്. നിന്നോളം നീതി അവളോടും പുലർത്തേണ്ട കടമ എനിക്കുണ്ട്. പുനർജന്മമേ നമുക്കുള്ളൂ. അന്നും നമ്മുടെ ജീവിതം ആര് നിശ്ചയിച്ചുവോ ആ ശക്തി തന്നെ ഇന്നും നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്. പക്ഷേ എന്തുണ്ടായാലും ഇമ്മാനുവലിനെന്നും പ്രിയപ്പെട്ടവൾ നീ മാത്രമായിരിക്കും. അവസാന ശ്വാസം വരെ നിന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നിന്റെ കഴിഞ്ഞ ജന്മം മുഴുവൻ ചതികളിലൂടെ ഉള്ളതായിരുന്നു. നിന്റെ ജനനം, ജീവിതം, മരണം എല്ലാം ഏഥന്റെ തകർച്ചയ്ക്ക് വേണ്ടി. ഈ ജന്മത്തിൽ അത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ പോലും അറിയാതെ നിന്നെ ചതിച്ചത് നീ ആരാധിക്കുന്ന ദൈവം തന്നെയായിരുന്നു. സാത്താന്റെ സന്തതികൾ ആരൊക്കെയാണെന്നറിയാതെ നടക്കുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ. ഈ ജന്മത്തിൽ ചതി എന്റെ ആയുധമാണ്. ഇമ്മാനുവൽ ഏഥന്റെ ആയുധം, നമ്മുടെ ജീവിതം ഇല്ലാതെയാക്കിയവർക്കെതിരെയുള്ള ആയുധം. ഉറങ്ങിക്കോളൂ. ദാവീദ് മിറിയത്തിന്റെ മുടിയിൽ തലോടി. എന്റെ എസ്തേർ എല്ലാ വിഷമങ്ങളും മറന്നുറങ്ങിക്കോളൂ. ദാവീദ് മിറിയത്തിന്റെ നെറുകയിൽ ചുംബിച്ചു. അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി ഹെബ്രോൻ കുന്നിലേക്ക് നോക്കി. ദാവീദ്! വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ദാവീദ് പിന്നിൽ നിന്ന് വിളികേട്ട് തിരിഞ്ഞു നോക്കി. ആരാ? ഇരുട്ടിലേക്ക് നോക്കിയവൻ ചോദിച്ചു. പതിയെ മുറിയിലെ വെളിച്ചം തെളിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അവൻ സൂക്ഷിച്ചു നോക്കി. എവിടെയോ ഇമ്മാനുവൽ ഏഥൻ, അയാൾ പറഞ്ഞു. താൻ കേട്ട കാര്യങ്ങൾ അല്ല, കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ. ഒരു സിനിമ പോലെ. ഇമ്മാനുവൽ ഏഥൻ, എസ്തേർ, തോബിയാസ്, കാത്തി, മിറ, എന്റെ കുഞ്ഞ്, ഞാൻ കൊന്ന എന്റെ എസ്തേർ, ഞാൻ കാരണം മരിച്ച മിറ, എന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച എസ്തേർ, എന്റെ കുഞ്ഞിനെ പ്രസവിച്ച മിറ, ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച എസ്തേർ, എന്നെ സ്നേഹിച്ച, എന്റെ സ്നേഹം കുതിച്ച മിറ. എന്തിനെന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു? അവൻ ആകാശത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു നിന്നു. പുത്ര ഇമ്മാനുവൽ, നീതി അർഹിക്കുന്നവർക്കെല്ലാം നൽകുക എന്നതാണ് എന്റെ കടമ. നിന്നിൽ 2 പേർക്കും അവകാശമുണ്ട്. പക്ഷേ ഈ ജന്മത്തിൽ അവരുടെ കർമ്മമാണ് നിന്നെ ആർക്കെന്നത് തീരുമാനമെടുക്കുന്നത്. നിന്റെ ആഗ്രഹം പോലെ എസ്തേറിനു വേണ്ടി പുനർജനിക്കുക എന്നത് സാധ്യമായിരിക്കുന്നു. നിനക്ക് വേണ്ടി പുനർജനിക്കുക എന്നതായിരുന്നു എസ്തേറിന്റെ മിറയുടെയും ആഗ്രഹം. അതും ഞാൻ സാധ്യമാക്കി. ഇനി അവരുടെ കർമ്മം ബാക്കി തീരുമാനിക്കും. നീ ഏഥനാണ്, എന്റെ പ്രതിപുരുഷൻ, ദൈവപുത്രൻ. നീ നീതിയിലും ധർമ്മത്തിലും നിൽക്കുക. വിജയമെന്നും നിനക്കൊപ്പം തന്നെയായിരിക്കും. ദാവീദ് കണ്ണു തുറന്ന് ബെഡിൽ കിടക്കുന്ന മിറിയത്തെ നോക്കി. എന്നോട് ക്ഷമിക്കൂ എസ്തേർ, എനിക്ക് നിന്നോട് ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരുന്നു. പക്ഷെ ഇനിയും നിന്റെ ജന്മം മറ്റൊരാളുടെ ചതിക്ക് വിട്ടുകൊടുക്കാൻ എനിക്കാകില്ല. ഈ ഏഥൻ കുടുംബത്തിൽ കറുത്ത യഹൂദന്റെ രക്തം കൂടി കലർത്തപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാര്യ ആകേണ്ടിയിരുന്ന നിന്നെ മാറ്റിക്കിടത്തി സാത്താന്റെ ആദ്യ ജയം. പക്ഷേ അപ്പോഴും നീ എവിടെയും പോകാതെ എൻ്റെ അടുത്ത് തന്നെ എത്തി. എല്ലാം അവന്റെ കളികളാ. അപ്പോഴും ജയിച്ചു നിൽക്കുന്നത് അവനാ. പക്ഷെ ഇനിയുള്ള കളികൾ ഈ ഏഥന്റേത് മാത്രമാ. അതിനെനിക്ക് നിന്നെ വേദനിപ്പിക്കേണ്ടി വരും. പക്ഷേ നീ എസ്തേറാണ്. എത്ര വേദനിച്ചാലും എവിടേക്ക് പറിച്ചെറിയപ്പെട്ടാലും കാന്തം പോലെ എന്നിലേക്ക് തന്നെ നീ വരും. ദാവീദിനെ ചിന്തകളിൽ നിന്നുണർത്തിയത് മിറിയത്തിന്റെ മൊബൈലായിരുന്നു. ഉറക്കത്തിന്റെ ആഴത്തിൽ മൊബൈൽ ശബ്ദിച്ചത് മിറിയം അറിഞ്ഞില്ല. ദാവീദ് ചെന്ന് അവളുടെ ഫോൺ എടുത്തു നോക്കി. ജോനഥാനായിരുന്നു. ദാവീദ് കോൾ എടുത്തു. ഹലോ മിറിയം. മിറിയം ഉറങ്ങുകയാണ് ജോനഥാൻ. ഹോ ദാവീദ്, ദൈവപുത്രൻ, നീ എന്നെ തിരിച്ചറിഞ്ഞു അല്ലേ? ജോനഥാൻ ചിരിച്ചു. നിന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു ജോനഥാൻ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ദൈവപുത്ര? നിന്റെ പ്രാണനായ എസ്തേറിനെ ഞാൻ കൊണ്ടുപോകട്ടെ? വീണ്ടും സാത്താന്റെ അടിമയായി. അതിന് നിനക്ക് കഴിയുമെങ്കിൽ നീ ചെയ്യ്. പൂർണ്ണമായി വിട്ടു തന്നിരിക്കുന്നു. ദാവീദ് ചിരിച്ചു. അവൻ ഫോൺ കട്ട് ചെയ്ത് മിറിയത്തിന്റെ അടുത്തേക്ക് ചെന്നു. ബെഡിലിരുന്ന് അവളുടെ മുടിയിൽ തലോടി. മിറിയം തിരിഞ്ഞ് ദാവീദിനോട് ചേർന്ന് കിടന്നു. മിറിയം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദാവീദ് നല്ല ഉറക്കമായിരുന്നു. മിറിയം അവന്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു. ദാവി? മിറിയം ഉറക്കെ വിളിച്ചപ്പോൾ അവൻ ഞെട്ടി ഉണർന്നു. എന്താ? നീ എന്താ എന്റെ ബെഡിൽ? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഇന്നലെ ഉണ്ടായതൊന്നും ഓർമ്മയില്ലേ നിനക്ക്? അവൻ ചോദിച്ചു. ആ, ഓർമ്മയുണ്ട്. പക്ഷെ നീ എന്തിനാ എന്റെ അടുത്ത് കിടക്കുന്നത്? നീയല്ലേ പോകരുതെന്ന് പറഞ്ഞത്? ദാവീദ് അവളോട് പറഞ്ഞു. ഓ, ഞാൻ പോകരുതെന്ന് പറഞ്ഞാൽ പോകാത്ത ഒരാള്. നീ പോയേ.
മിറിയം എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ ആര്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ദാവീദ് കോട്ടുവായി ഇട്ട് വരുമ്പോൾ ആര്യൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. ദാവീദ് മിറിയത്തെ നോക്കി, മിറിയം ദാവീദിനെയും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആര്യൻ ചോദിച്ചു. എന്ത്? ദാവീദ് അവനെ നോക്കി. ഇനി അതെന്തെന്ന് ഞാൻ വിശദീകരിക്കണോ? 2 ദിവസമായി നീ നിന്റെ റൂമിലല്ല ഉറങ്ങുന്നത്. ആര്യൻ ദാവീദിനോട് പറഞ്ഞു. സെറാ, നിന്നോടും കൂടിയാ എന്റെ ചോദ്യം. എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും ഉദ്ദേശം? നീ റിബേക്കയാണ് സ്നേഹിക്കുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് ഇതെന്താ? അതൊക്കെ നാടകമായിരുന്നോ? അല്ല, ദാവീദ് പറഞ്ഞു. ആര്യ, നീ കരുതുന്നത് പോലെയൊന്നുമല്ല. ദാവീദ്, നീ പോവുകയാണെങ്കിൽ എനിക്ക് വാതിൽ അടയ്ക്കാമായിരുന്നു. മിറിയം അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. ദാവീദ് അവിടുന്ന് പോയപ്പോൾ മിറിയം വാതിലടച്ച് വാതിലിന്മേൽ ചാരി നിന്നു. യാഹേ, എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരിക. അവൾ മുകളിലേക്ക് നോക്കി. ഇതിനെല്ലാം ആരുത്തരം കാണും? സാറാ? വാതിൽ മുട്ടുന്നത് കേട്ടപ്പോൾ അവൾ വാതിൽ തുറന്നു. ജോലിക്കാരിയായിരുന്നു. പറയൂ. സിനഗോഗിലേക്കുള്ള യാത്രയ്ക്കായി തയ്യാറെടുക്കുവാൻ സാറയോട് ഈമ ആവശ്യപ്പെട്ടിരിക്കുന്നു. പൊയ്ക്കോളൂ. മിറിയം വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു. ജോനഥാൻ, നിന്റെ അബ്ബയുടെ രക്തത്തിന് ദൈവപുത്രനോട് നിനക്ക് പകരം വീട്ടണമെങ്കിൽ, അതിനുള്ള ശക്തി നിനക്ക് വേണമെങ്കിൽ അവളെ എനിക്ക് കൊണ്ടുവന്ന് തരൂ. അവളിലൂടെ മാത്രമേ എനിക്ക് ആ വംശത്തെ ഇല്ലാതെയാക്കുവാൻ കഴിയൂ. അവളെ നമ്മുടെ വഴിക്ക് നീ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും. ജോനഥാൻ. പെട്ടെന്ന് ജോനഥാൻ ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കി. അവളെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. ജോനഥാൻ മുന്നിലെ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. ജോലിക്കാർ ദാവീദിന്റെയും മിറിയത്തിന്റെയും ആര്യന്റെയും ബാഗുകൾ കാറിലെടുത്തു വെച്ചു. ഡ്രൈവർ വേണ്ടെന്ന് ഉറപ്പാണോ ദാവി? കേറ ചോദിച്ചു. ആ ആന്റി, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അവിടെ എത്തി വിളിക്കണം, അക്കു പറഞ്ഞു. ആരോൺ എത്തിയാൽ അവനെ അങ്ങോട്ട് അയക്കാം. ശരി. ദാവീദ് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. മിറിയം പപ്പയെയും അമ്മയും നോക്കി. സെറ, ദാവീദ് നിന്റെ സുഹൃത്ത് എന്നതിലുപരി ഒരു ഏഥനാണ്. ഓർമ്മ വേണോ എപ്പോഴും? ആ ഈമ. മിറിയവും ആര്യനും കാറിൽ കയറി. മിറിയം വിൻഡോയിലൂടെ പുറത്തുള്ള കാഴ്ചകൾ കാണുകയായിരുന്നു. ആര്യൻ ദാവീദിനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ദാവീദ് അതെല്ലാം മൂളി കേൾക്കുന്നതിനിടയിൽ മിററിലൂടെ മിറിയത്തിനെ നോക്കി. വിൻഡോയിലൂടെ വരുന്ന കാറ്റ് തട്ടി പാറുന്ന മുടിയിഴകൾ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മിറിയം. മിറിയം മുടി ഒതുക്കി നോക്കുമ്പോൾ ദാവീദ് മിററിലൂടെ നോക്കുന്നത് അവൾ കണ്ടു. മിറിയത്തിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. സിനഗോഗിന്റെ മുൻപിൽ കാർ നിർത്തി അവർ 3 പേരും ഇറങ്ങി. സിനഗോഗിന്റെ പുറത്ത് കുറച്ചുപേർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 2 പേര് കാറിൽ നിന്ന് ബാഗെല്ലാം എടുത്ത് സിനഗോഗിനപ്പുറത്തുള്ള താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആരോഹാൻ വന്ന് ദാവീദിനെ വണങ്ങി. ഏറെ യാത്ര ചെയ്തതല്ലേ മേലേക്ക്, താങ്കൾ റെസ്റ്റ് എടുക്കൂ. ദാവീദും ആര്യനും മിറിയവും താമസ സ്ഥലത്തേക്ക് പോയി. കരിങ്കല്ലുകൾ കൊണ്ട് പണിത വീടിന്റെ അകത്തേക്ക് ദാവീദ് കയറി. അകത്ത് വിശാലമായ ഹാളിലേക്കാണ് അവർ ചെന്ന് കയറിയത്. വാവ്, ബ്യൂട്ടിഫുൾ. ആര്യൻ ചുറ്റും നോക്കി. കോണിപ്പടികൾ കണ്ണിൽ കണ്ടപ്പോൾ അവൻ മുകളിലേക്ക് ഓടിക്കയറി. ഹാളിൽ ദാവീദും മിറിയവും മാത്രമായി. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. സെറാപ്പി! മുകളിലെ ജനലിന്റെ ചില്ല് മാറ്റി ആര്യൻ അവളെ വിളിച്ചു. മിറിയം തിരിഞ്ഞവനെ നോക്കി കൈകൾ ഉയർത്തി കാണിച്ചു. വാതിൽക്കൽ നിന്ന് ദാവീദ് തന്നെ നോക്കുന്നത് മിറിയം കണ്ടു. യാഹേ, എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ, മിറിയം നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദാവീദും ആര്യനും ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് നല്ല കാറ്റ് വീശുന്നത് കണ്ട് ദാവീദ് ചെന്ന് വാതിലടച്ചു. യാത്ര ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ഉറക്കം വരുന്നുണ്ട്, ആര്യൻ കോട്ടുമായിട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ നീ പോയി കിടന്നോ. ഓക്കെ, ഗുഡ് നൈറ്റ് ദാവി. ആര്യൻ റൂമിലേക്ക് പോയി. ദാവി സോഫയിലിരിക്കുമ്പോൾ മിറിയം ദാവീദിന്റെ അടുത്ത് വന്നിരുന്നു. 5 മാസം, അത് കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ രാജാവാണ്. നിന്റേതാണ് ഇനി എല്ലാ തീരുമാനങ്ങളും. നീ എന്നിൽ നിന്ന് ഇനിയും ഒരുപാട് അകന്നു പോകും. ഇല്ല, ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ അകലില്ല മിറിയം. ദാവീദ് അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറുകയിൽ ചുംബിച്ചു. ദാവീദ്! റിബേക്ക ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. മേശമേലിരിക്കുന്ന ഫോൺ എടുത്ത് അവൾ ദാവീദിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ, ദാവീദ് പറഞ്ഞു. ദാവീദ്, നീ സേറയുടെ അടുത്താണോ?
അല്ല, എന്തേ? ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടു, അതാ. ദാവീദ്, നീ എന്താ എന്നെ വിളിക്കാത്തത്? സിനഗോഗിൽ ആരൊക്കെയുണ്ട് കൂടെ? ഞാനും ആര്യനും മെറിയവും മാത്രം. സേറയുമുണ്ടോ? ഉണ്ട്. അതെന്തിനാ അവളും? എനിക്കറിയാം, നിനക്ക് അവളെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നീ ഇസ്രായേൽ പോയത്. ഇപ്പോൾ സിനഗോഗ് പോകുമ്പോൾ അവളെയും കൊണ്ടുപോയിരിക്കുന്നു. അല്ല, നീ കൊണ്ടുപോയതാകില്ല, അവൾ വന്നതാകും. വലിഞ്ഞു കയറി വന്ന് എന്തിനാ നമ്മുടെ ജീവിതം അവൾ നശിപ്പിക്കുന്നത് ദാവി? നാളെ തന്നെ അവളെ പറഞ്ഞേക്ക്. ഇല്ല. ഇല്ലെന്നോ? ഇവ, നീ എന്തിനാ അവളെ കുറ്റം പറയുന്നേ? അവൾ വരില്ലെന്ന് വാശി പിടിച്ചതാണ്. ഞാനാണ് അവളെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. എന്തിന്? ആവശ്യമുള്ളതുകൊണ്ട്. എന്താവശ്യം ദാവി? സേറ നിന്നെ സംബന്ധിച്ച് അടഞ്ഞ അധ്യായമാണ്. പിന്നെ എന്തിനാ? അടഞ്ഞ അധ്യായമോ? മനസ്സിലായില്ല. നീ എന്നെയല്ലേ സ്വീകരിച്ചത്, പിന്നെ എന്തിനാ അവളെ കൂടി കൊണ്ടുപോയത്? നീ എന്തിനാ ഇവ ഭയപ്പെടുന്നത്? നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ട് തന്നെ. വിശ്വാസം എന്നൊന്നുണ്ട് ഇവ, ഇല്ലെങ്കിൽ പറഞ്ഞേക്ക്, നമുക്കിവിടെ വെച്ച് നിർത്താം. ദാവി, വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കൊരു ഭയം. ഞാൻ മിറിയത്തിനോട് അടുത്തു പോകുമെന്ന ഭയം, അല്ലേ? റിബേക്ക ഒന്നും മിണ്ടിയില്ല. അത് തന്നെയാണ് പറഞ്ഞത് ഇവ, വിശ്വാസമെന്ന്. പിന്നെ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് കരുതി ബാക്കി ആരും എനിക്ക് അടഞ്ഞ അധ്യായമല്ല. എല്ലാവരും എനിക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും, പ്രത്യേകിച്ച് മിറിയം. ഓ, അപ്പൊ ഞാനോ? എനിക്കെവിടെ സ്ഥാനം? മിറിയത്തിന് മുന്നിലോ ശേഷമോ? ഇവ, സ്ഥാനം ഞാൻ നൽകേണ്ടതല്ല, നീ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും നീ അതെനിക്ക് തരില്ല, റിബേക്ക പറഞ്ഞു. ഇവ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനമല്ലേ നിനക്ക് തന്നത്? അതും അത് ആഗ്രഹിക്കുന്ന ഒരാളെ വേണ്ടെന്ന് വെച്ചിട്ട്. അത് നിന്റെ ഔദാര്യമല്ലേ ദാവി? നീ എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇവ? ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. അല്ല, നീ എല്ലാവരോടും ഇങ്ങനല്ല. നീ മിറിയത്തോട് ഇങ്ങനല്ല. അവളെ എപ്പോഴും നീ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെയും കെയർ ചെയ്തിരുന്നില്ലേ? അവിടെ ആകുമ്പോൾ ഞാൻ പോകുന്നിടത്തെല്ലാം നിന്നെ കൊണ്ടുപോയിരുന്നില്ലേ? മിറിയം നിന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ? എന്നിട്ടും നീ എന്താ ഇങ്ങനെ പറയുന്നത് ഇവ? എനിക്ക് മിറിയത്തോട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് എല്ലാവർക്കും തോന്നാൻ കാരണം അവൾ എന്നോടും അങ്ങനെയാണ്. എന്റെ മൗനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അത് നിന്റെ കഴിവുകേടല്ല, മിറിയത്തിന്റെ കഴിവാണ്. അതിലെനിക്കൊന്നും ചെയ്യാനാകില്ല ഇവ. മതി, എനിക്ക് കേൾക്കണ്ട. നാളെ തന്നെ അവളെ പറഞ്ഞയക്കണം. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാളെ നീ അവളെ പറഞ്ഞയക്കും. ഇല്ല, ഒരാളോടുള്ള സ്നേഹം കാണിക്കേണ്ടത് മറ്റൊരാളെ വേദനിപ്പിച്ചോ ഇങ്ങനെ ഉപാധികൾ വെച്ചോ അല്ല. മിറിയത്തെ ഞാൻ പറഞ്ഞയക്കില്ല. പിന്നെ നീ ഇപ്പോഴും ഏതൻ ഫാമിലിക്ക് ഒരു ഔട്ട്സൈഡർ മാത്രമാണ്. മിറിയം ഏതൻ ഫാമിലിയിലെ കുട്ടിയും. നിലവിൽ നിന്നേക്കാൾ ഏതൻ ഫാമിലിയിൽ പ്രാധാന്യവും വിലയും ഉള്ളത് മിറിയത്തിനാണ്. അവളെ ഞാൻ പറഞ്ഞയക്കില്ല. നേരം ഒരുപാട് പോകുന്നു ഇവ. എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം. സോ ഗുഡ് നൈറ്റ്. ദാവീദ് ഫോൺ കട്ട് ചെയ്തു. മോളെ, എലീന അവളുടെ അടുത്തേക്ക് വന്നു. മമ്മ നിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റതാ. വന്നപ്പോ നീ ദാവീദിനോട് സംസാരിക്കുന്നത് കേട്ടു. അതാ ഇങ്ങോട്ട് വരാതിരുന്നേ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മമ്മ, ദാവി എനിക്ക് കിട്ടില്ല. കിട്ടില്ലെന്നോ? അതെന്താ? ദാവി സിനഗോഗിൽ പോയപ്പോൾ സേറയും കൊണ്ടുപോയി. ആകെ അവിടെ ദാവിയും സേറയും ആര്യനും മാത്രമേ ഉള്ളൂ. ആര്യനുണ്ടല്ലോ. മമ്മയ്ക്ക് എന്താ? ആര്യന് ദാവിയും സേറയും ഒന്നാകുന്നതാ ഇഷ്ടം. അവൻ അതിന് ശ്രമിക്കുകയും ചെയ്യും. സേറയെ പറഞ്ഞയക്കാൻ പറയായിരുന്നില്ലേ നിനക്ക്? പറഞ്ഞു മമ്മ. അപ്പോൾ ദാവീദ് പറയാ ഞാൻ ഏതൻ ഫാമിലിക്ക് ഔട്ട്സൈഡറാണ്, സേറയ്ക്കാണ് ഇമ്പോർട്ടൻസ് എന്ന്. ഇപ്പോൾ ദാവി എൻ്റെ കൺമുന്നിലുമില്ല. സേറ കിട്ടുന്ന ചാൻസ് എന്തായാലും മുതലാക്കും. അവൾ എന്നോട് പറഞ്ഞതാ ദാവീദ് അവളെ തേടി ഇസ്രായേൽ വരും, അവൻ അവളുടേതാകുമെന്ന്. മോളെ, ദാവീദ് പോയത് അവളെ തേടിയല്ല, പിന്നെ ഏതൻ ഫാമിലി. നീ ദാവീദിന്റെ ഭാര്യയായാൽ പിന്നെ നീ ആരാ? രാജ്ഞിയാണ് അവിടുത്തെ. ഈ പറയുന്ന സേറയെല്ലാം നിനക്ക് കീഴിലാണ് വരിക. പിന്നെ എന്തിനാ നീ ടെൻഷനാകുന്നത്? മമ്മയ്ക്ക് മനസ്സിലാകില്ല. ദാവീദിനെ എനിക്ക് വേണം. എന്റെ പപ്പയെ കൊന്നവളുടെ മകനെ സ്വന്തമാക്കി തന്നെ എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം അമ്മ. ദാവിയെ ഞാൻ എല്ലാവരിൽ നിന്നും അകറ്റും. അവൻ എന്റേത് മാത്രമാണ്. മുന്നിൽ തടസ്സം സേറയാണെങ്കിൽ അവളെ ഞാൻ കൊല്ലും. അതൊന്നും വേണ്ട. എന്റെ മോൾക്ക് തന്നെ ദാവീദിനെ കിട്ടും. അതിനൊക്കെ അമ്മ വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? അതൊക്കെ ഉണ്ട് മോളെ. ഒരിക്കലും നിന്നെ വിട്ട് ദാവീദ് പോകില്ല. എലീന റിബേക്കയുടെ മുടിയിൽ തലോടി. പിറ്റേന്ന് കാലത്ത് ദാവീദ് എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ മിറിയം ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദാവീദിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു. ബോക്കർട്ടോവ് ദാവി. ബോക്കർട്ടോവ്. അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു.
ആര്യൻ എഴുന്നേറ്റില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അവൾ ചെന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നപ്പോൾ ഒരു തണുത്ത കാറ്റകത്തേക്ക് കയറി. പതിയെ കല്ലുകൾ കെട്ടിയ പടികളിറങ്ങി മിറിയം മുറ്റത്ത് ചെന്നു. പച്ച വിരിച്ച പുല്ലിൽ ചവിട്ടിയപ്പോൾ മിറിയത്തിന്റെ ഉള്ളംകാലിൽ തണുപ്പ് തട്ടി. ഇസ്രായേലിലെ ഏറ്റവും തണുപ്പുള്ള സമയങ്ങൾ. അവൾ ചെരുപ്പിടാതെ പുല്ലിലൂടെ നടന്നു. വഴിക്ക് നിൽക്കുന്ന റോസ് പൂക്കളുള്ള ചെറി മരങ്ങളിൽ നിന്ന് പൂക്കളെല്ലാം കൊഴിഞ്ഞു വീണിരുന്നു. ദാവീദ് വാതിലിനടുത്ത് നിന്ന് കൈകെട്ടി പുറത്തേക്ക് നോക്കി വാതിൽ ചാരി നിന്നു. മിറിയം നടന്ന് നടന്ന് മരങ്ങൾക്കിടയിൽ ചെന്ന് നിലത്ത് കൊഴിഞ്ഞു കിടക്കുന്ന പൂക്കളെ നോക്കി, പിന്നെ മരത്തിലേക്കും. എല്ലാം കൊഴിഞ്ഞുപോയി. എന്താ മിറിയം? ദാവീദ് അവളുടെ അടുത്തേക്ക് വന്നു. ശൈത്യമെല്ലാം കൊഴിച്ചു കളഞ്ഞു ദാവി. അവൾ മരത്തിലേക്ക് നോക്കി പറഞ്ഞു. ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ ഭംഗിയുള്ളവയെല്ലാം മനുഷ്യൻ നശിപ്പിക്കുമെന്ന്. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും കേവലം വാക്കുകളും ചില നിമിഷങ്ങളും സൗന്ദര്യമുള്ള എന്തിനേയും നശിപ്പിക്കും. കണ്ടില്ലേ, ശൈത്യം വന്നപ്പോൾ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു. പക്ഷേ ഒരിക്കൽ വസന്തം വരുമല്ലോ. ദാവീദ് അവളെ നോക്കി. ഈ മരങ്ങൾ വീണ്ടും പോയിടും. അത് കേട്ടപ്പോൾ മിറിയം ദാവീദിനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. വസന്തം വരട്ടെ. മിറിയം അവിടെ നിന്ന് നടന്നു. സിനഗോഗിൽ നിന്ന് ആള് വന്നതനുസരിച്ച് ദാവീദും മിറിയവും ആര്യനും സിനഗോഗിലേക്ക് പോയി. ആരോഹാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വെള്ള വസ്ത്രമെടുത്ത് ദാവീദിന്റെ കയ്യിൽ കൊടുത്ത് മാറി വരുവാൻ പറഞ്ഞു. ദാവീദ് വെള്ള വസ്ത്രം ധരിച്ചു വന്നു. മുകളിലെ പ്രത്യേക പ്രാർത്ഥന മുറിയിൽ ഹീബ്രു വചനങ്ങൾ എഴുതിയ വൃത്തത്തിന് നടുവിൽ ദാവീദിരുന്നു. ആര്യൻ, നീ പുറത്തു നിൽക്കൂ, മിറിയം പറഞ്ഞു. ആര്യൻ പുറത്തേക്ക് പോയി. മിറിയം ഷോൾ എടുത്ത് തലയിലൂടെ ഇട്ടു. മറ്റു പുരോഹിതന്മാർ ദാവീദിന് ചുറ്റുമിരുന്നു. മുന്നിലായി ആരോഹാനും. അവർ ഒരു കടലാസ് ദാവീദിന്റെ കയ്യിൽ കൊടുത്തു. മിറിയത്തിനും. ദാവീദിന്റെ പിന്നിലായി മിറിയം വൃത്തത്തിന് പുറത്തിരുന്നു. വിശുദ്ധ ഏതൻ എന്നും തന്റെ ജനതയുടെ രക്ഷകനും നീതിയോടെ ഭരണം നടത്തുന്നവനുമായിരിക്കണം. ആദ്യത്തെ നിയമം ആരോഹാൻ വായിച്ചു. മിറിയം, ആരോഹാൻ വിളിച്ചു. പറയൂ ആരോഹാൻ, നിന്റെ കയ്യിലിരിക്കുന്ന കടലാസിലുള്ളത് ഉറക്കെ വായിക്കൂ. ഏതൻ എന്നത് വെറും പേരോ സ്ഥാനമോ മാത്രമല്ല, അതാണ് നിന്റെ രക്തവും ശരീരവും മനസ്സും. നിനക്ക് ജന്മം തന്നവരോട് എത്ര കടപ്പാട് നിനക്കുണ്ടോ അത്ര തന്നെ നിന്റെ മണ്ണിനോടും ജനങ്ങളോടും വേണം. അതിനാൽ നീ നീതിമാനായിരിക്കുക. മേലേക്ക്, ഇനി താങ്കളുടെ കയ്യിലിരിക്കുന്ന കടലാസിലെ വാക്കുകൾ വായിക്കൂ. ആരോഹാൻ പറഞ്ഞു. വിശുദ്ധ ഏതനായ ഞാൻ എന്നും എൻ്റെ ജനതയുടെ രക്ഷകനും നീതിയോടെ ഭരണം നടത്തുന്നവനുമായിരിക്കും. അതെൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ദൈവം, എൻ്റെ മനസാക്ഷി മേലെ സത്യമായിരിക്കും. ദാവീദ് വായിച്ച് കണ്ണുകളടച്ചു. ആദ്യ നിയമപഠനം കഴിഞ്ഞ് ദാവീദും മിറിയവും പുറത്തിറങ്ങി. കഴിഞ്ഞോ? ആര്യൻ ചോദിച്ചു. ആ സെറാപ്പി, ജോനത്താൻ 3-4 തവണ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ മിറിയം ദാവീദിനെ നോക്കി. ഫോൺ താ ആര്യ. മിറിയം തൻ്റെ ഫോൺ വാങ്ങി പുറത്തേക്ക് നടന്നു. ഹലോ ജോ, എന്താ വിളിച്ചത്? ഇന്ന് കണ്ടില്ല. ഇന്ന് സെനഗോഗിലായിരുന്നു. നാളെ മുതൽ വൈകിയേ വരൂ. മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ക്ലാസ് കളഞ്ഞിട്ട് ഇതൊന്നും അത്ര നല്ലതല്ല. അവിടെ വേറെ പെൺകുട്ടികളില്ലാഞ്ഞിട്ടല്ലല്ലോ മിറിയം. ഇവിടുത്തെ ഗവൺമെന്റ് വരെ നിങ്ങൾക്ക് കീഴിലാകാം. പക്ഷേ ഞാൻ നിന്റെ പ്രൊഫസർ. എനിക്കിതേ പറയാനുള്ളൂ. നിയമ പഠനം കഴിഞ്ഞ് നാളെ ദാവീദ് റിബേക്കയും കെട്ടി ജീവിക്കും. നീ നിന്റെ പഠിപ്പ് തൊലച്ചതിന് നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയൊന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് ദാവീദിനു വേണ്ടിയെന്ന് കരുതി ഞാൻ പൊരുത്തപ്പെടും ജോ. ശരി, ഇന്നത്തെ നോട്ട്സെല്ലാം ഞാൻ അയച്ചു തരാം. താങ്ക് യു. തന്നെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. സംസാരിക്കാൻ ആരുമില്ലാത്ത പോലെ, ജോനത്താൻ പറഞ്ഞു. ഇന്ന് കോഫി കുടിക്കാൻ പോയപ്പോൾ ഷോപ്പിലെ സ്ത്രീ ചോദിച്ചു ഇന്ന് മിറിയം വന്നില്ല എന്ന്. നിന്റെ കോൾഡ് കോഫി അവിടെയുണ്ട്. നാളെ മുതൽ ഞാൻ വരും എന്ന് കരുതുന്നു. വരണം മിറിയം, ജോനത്താൻ പറഞ്ഞു. നിന്റെ നോൺ സ്റ്റോപ്പ് സംസാരം മിസ് ചെയ്യുന്നു. പ്ലീസ് ജോ. മറ്റൊന്നും ചിന്തിക്കണ്ട, നിന്റെ സംസാരം മാത്രമേ മിസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബൈ. ബൈ ജോ. അവൾ കോൾ കട്ട് ചെയ്ത് ദൂരേക്ക് നോക്കി നിന്നു. കാതറിൻ ഗാർഡനിൽ ചെടികൾ നനയ്ക്കുമ്പോഴാണ് എലീന വരുന്നത് അവൾ കണ്ടത്. എന്താ എലീന? കാതറിൻ ചോദിച്ചു. ദാവീദ് വന്ന ഉടൻ മക്കളുടെ വിവാഹം നടത്തണം, എലീന പറഞ്ഞു. നഥാൻ അവിടേക്ക് വന്നു. ഇത് പറയാൻ എൻ്റെ മോൾക്ക് ഞാനല്ലാതെ ആരുമില്ല. ദാവീദ് വന്നിട്ടല്ലേ, അതപ്പോൾ തീരുമാനിക്കാം, നഥാൻ പറഞ്ഞു. കുട്ടികൾ തീരുമാനിച്ചു, ഇനി നമ്മളാണ് തീരുമാനിക്കാനുള്ളത്.
എലീന നഥാനെ നോക്കി. എലീനയ്ക്ക് ഒന്നും അറിയാത്തതല്ലല്ലോ, അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം, കാതറിൻ പറഞ്ഞു. തുറന്നു പറയാം എലീന, ഞങ്ങൾക്ക് താല്പര്യമില്ല, നഥാൻ പറഞ്ഞു. അത് റിബേക്കയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നിന്റെ ആൽവിന്റെ മകളായിട്ടല്ല ഞങ്ങൾ അവളെ കണ്ടിട്ടുള്ളത്, ഞങ്ങളുടെ മകളായിട്ട് തന്നെയാ. പക്ഷേ ദാവീദ് ഞങ്ങളുടെ മകൻ എന്നതിലുപരി അവൻ ഇമ്മാനുവൽ ഏത്തൻ കൂടിയാണ്. നിനക്കറിയാത്തതല്ലോ, അവൻ എസ്തേറിന് വേണ്ടി മാത്രമേ കാത്തിരിക്കൂ. കാതറിൻ അവളെ നോക്കി. എലീന, ദാവീദ് പോയിരിക്കുന്നത് ഏത്തൻ കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കാനാണ്. നിയമപഠനം കഴിഞ്ഞിറങ്ങുന്ന ദാവീദ് റിബേക്കയെ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കൂ. അവൻ വന്നിട്ട് തീരുമാനിക്കാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നഥാൻ ചോദിച്ചു. എലീന ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. നിങ്ങളുടെ മകൻ എന്റെ മകളെ തന്നെ സ്വീകരിക്കുകയുള്ളൂ, അതിനി എലീന എന്തും ചെയ്യും. അവൾ റൂമിലെത്തി വാതിലടച്ച് സാത്താന്റെ വേദപുസ്തകം തുറന്നു. എന്റെ ദൈവമേ, എന്റെ മകളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കണമേ. ഏത് ബലി വേണമെങ്കിലും അർപ്പിക്കാം, എന്റെ മകളെ സങ്കടപ്പെടുത്തരുതേ. എലീന കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ജോനത്താൻ അയച്ച നോട്ട്സ് എല്ലാം നോക്കുകയായിരുന്നു മറിയം. അപ്പോഴാണ് വേറെ കുറച്ച് ഫോട്ടോസ് വന്നത്. അവൾ അതെടുത്ത് നോക്കി. ഇരുണ്ട ഭൂമി. ജോനത്താന്റെ മെസ്സേജ് വന്നു. അവൾ ആ ഫോട്ടോസ് എല്ലാം ഒന്നുകൂടി നോക്കി അതെല്ലാം ഡിലീറ്റ് ചെയ്തു. താൻ നാളെ വരുമോ? ജോനത്താന്റെ മെസ്സേജ് മറിയം വായിച്ചു. വരുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരും, ജോനത്താൻ മറുപടി അയച്ചു. നടന്നത് തന്നെ, അവൾ മറുപടി കൊടുത്തു. ചെക്കിംഗ് അല്ലേ, അതൊക്കെ മറികടന്ന് ഞാൻ വരും. ജോയ്ക്ക് വട്ടാണ്. അതെ, ഇന്ന് തന്നെ കാണാതിരുന്നപ്പോൾ തുടങ്ങിയ വട്ടാണ്. അവന്റെ മറുപടി വന്നു. പെട്ടെന്നാണ് ആര്യൻ ഫോൺ തട്ടിപ്പറിച്ചത്. അതെ, ഇന്ന് തന്നെ കാണാതിരുന്നപ്പോൾ തുടങ്ങിയ വട്ടാണ്, ആര്യൻ വായിച്ചു. പെട്ടെന്ന് അടുത്ത മെസ്സേജ് വന്നു. മറിയം, ഐ റിയലി മിസ് യു. ഓഹോ ഹോ ഹോ, ജോനത്താൻ! ആര്യൻ അവളെ കളിയാക്കി. ഹമ്പടി ജിൻജിന്നാക്കടി. ദാവി, ദാവി, എടാ! ആര്യൻ ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി. എന്താടാ? നോക്കടാ, ഇത് നോക്ക്. പ്രൊഫസർ ജോനത്താൻ ഇന്നൊരു ദിവസം പ്രിയ ശിഷ്യയെ കാണാത്തതുകൊണ്ട് മിസ്സിങ്, കട്ട മിസ്സിങ്. ആര്യൻ മെറിയത്തിന്റെ ഫോൺ ദാവീദിന് കൊടുത്തു. ദാവീദ് ഒന്നും മിണ്ടിയില്ല. ആര്യ, ഫോൺ താ. മെറിയം ഫോൺ വാങ്ങി റൂമിൽ കൊണ്ടുചെന്ന് വെച്ചു. രാത്രി മെറിയം പുറത്തിരിക്കുമ്പോൾ ദാവീദ് അവളുടെ അടുത്ത് വന്നിരുന്നു. ജോനത്താൻ, നിന്റെ പേര് ജോനത്താൻ എന്നല്ലല്ലോ? ദാവീദിന്റെ ചോദ്യത്തെ പാതി മുറിച്ച് മെറിയം ചോദിച്ചു. അല്ല. അപ്പോൾ അത്ര അറിഞ്ഞാൽ മതി നീ. മെറിയം എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് പഠനം കഴിഞ്ഞ് മെറിയം കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. മെറിയം, നീ എങ്ങനെയാ പോകുന്നത്? ദാവീദ് ചോദിച്ചു. ടാക്സി വരാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഞാൻ കൊണ്ടുവിടാം. ദാവീദ് കീ എടുത്ത് പറഞ്ഞു. മെറിയം എതിർക്കാൻ പോയില്ല. ആര്യ, നീയുണ്ടോ? ഞാനില്ല, നിങ്ങൾ പൊക്കോ. മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ ആര്യൻ പറഞ്ഞു. പോകാം, ദാവീദ് പറഞ്ഞു. മെറിയവും ദാവീദും കാറിൽ കയറി. മെറിയം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്താ മിണ്ടാത്തേ നീ? അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടായിരുന്നല്ലോ. ആ ദാവീദിനോട് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, എന്റേതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ ഉള്ളിലെ സങ്കടം പുറത്തു വരും ദാവി. അതുകൊണ്ട് മൗനമാണ് എന്തുകൊണ്ടും നല്ലത്. നിനക്കും സങ്കടമില്ല, എനിക്കും സങ്കടമില്ല. എനിക്ക് വേദനയില്ലെന്ന് ആര് പറഞ്ഞു മെറിയം? നീ എന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ എത്രത്തോളം ഞാൻ വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എൻ്റെ നാവ് എരിഞ്ഞത് നീ തന്നെയാ ദാവി. എന്നിട്ടും നിന്നോട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്? പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് അധികം സംസാരിച്ചാൽ എൻ്റെ നെഞ്ചിൽ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വിഷമങ്ങളും പുറത്തു വരും. അത് നിനക്ക് വിഷമമാകും. നീ വിഷമിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. എനിക്ക് വയ്യ ദാവി അതിന്. ദാവീദ് കാർ നിർത്തി അവളെ നോക്കി. എന്നെ കൊല്ലരുത് മെറിയം നീ ഇങ്ങനെ. പക്ഷേ അറിയാം, നിന്നെ എനിക്ക് നന്നായി അറിയാം. നീ വിശ്വസിക്കുന്നു നിന്റെ മമ്മ കാരണം റിബേക്കയ്ക്ക് അവളുടെ പപ്പയെ നഷ്ടപ്പെട്ടു എന്ന്. അവൾക്ക് നീ ഒരു ജീവിതം കൊടുക്കുന്നു, അറിയാം. മതി, ഇനിയും അത് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കല്ലേ. മെറിയം ദാവീദിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് ആരുടെയും കണ്ണ് നിറയാത്തത്. നിന്നോട് എനിക്ക് സംസാരിക്കാൻ പോലുമുള്ള അർഹതയില്ല മെറിയം. ഞാനൊരു സ്വാർത്ഥനാണ്, പാപിയാണ്. ഇല്ല, നീയാണ് ശരി ദാവീദ്. നീ നീതിമാനാണ്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് വിഷമമില്ല. മെറിയം അവനെ നോക്കി ചിരിച്ചു. പോകാൻ ദാവി, ക്ലാസ് ഉണ്ട്. ദാവീദ് കാറ് മുന്നോട്ടെടുത്തു.
ഞാൻ തന്നെയാണ് ശരി മറിയം. എല്ലാം ശരിയാക്കാനും ഞാൻ തന്നെ വേണം. എന്നോട് ക്ഷമിക്കേ. എല്ലാം ഈ ഏതൻ ശരിയാക്കും. ദാവീദ് ചിരിച്ചു. കോളേജിന്റെ പാർക്കിങ്ങിൽ കാറ് നിർത്തി മറിയവും ദാവീദും ഇറങ്ങി. ഓക്കെ ദാവി, ഞാനും വരാം ക്ലാസ് വരെ. ഞാൻ കുഞ്ഞല്ല, എന്നാലും ഞാൻ വരാം. ഓക്കെ. മറിയം നടന്നു, ഒപ്പം ദാവീദും. സ്റ്റെപ്സ് കയറി രണ്ടുപേരും മറിയത്തിന്റെ ക്ലാസ്സിന് മുന്നിലെത്തി. ജോനഥാനായിരുന്നു ക്ലാസ്സിൽ. സർ, മറിയം വിളിച്ചപ്പോൾ ജോനഥാൻ അവരെ നോക്കി. ദാവീദ് ജോനഥാനെ നോക്കി ചിരിച്ചു. ഓക്കെ മറിയം, ഞാൻ വൈകിട്ട് വരാം. ദാവീദ് മറിയത്തെ കെട്ടിപ്പിടിച്ചു. ഓക്കെ. ദാവീദ് അവളെ വിട്ട് തിരിഞ്ഞു നടന്നു. മറിയം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ജോനഥാൻ പുറത്തേക്കിറങ്ങി. മറിയം അവന് പിന്നാലെ ചെന്നു. ദാവീദ്, ജോനഥാൻ വിളിച്ചപ്പോൾ ദാവീദ് തിരിഞ്ഞു നോക്കി. യെസ്. താങ്കൾക്ക് പഠനം നടത്തണമെങ്കിൽ ഏതൻ ഫാമിലിയിൽ വേറെ പെൺകുട്ടികളില്ലാഞ്ഞിട്ടല്ലോ എന്തിനാ മറിയത്തിന്റെ ക്ലാസ് കളയുന്നത്? അത് ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ ജോനഥാൻ, നിങ്ങൾക്കതിൽ എന്ത് കാര്യം? ശരിയാ, പക്ഷേ മറിയം എൻ്റെ സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ അവകാശമുണ്ട്. ജോ പ്ലീസ്, മറിയം പറഞ്ഞു. എന്ത് പ്ലീസ്? നിന്റെ എഡ്യൂക്കേഷൻ ഇത് ബാധിക്കില്ലേ? ഇവന്റെ സ്വാർത്ഥതയ്ക്ക് നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണോ? ഷട്ട് അപ്പ്, മറിയം ഉറക്കെ പറഞ്ഞു. മറിയം, ജോനഥാൻ അവളെ നോക്കി. ഐ സെഡ് യു ഷട്ട് അപ്പ്. ജോ, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്. നിങ്ങളൊരു ഔട്ട്സൈഡർ. ഈ കോളേജിന്റെ മാനേജ്മെന്റിന്റെ സമ്മതമുണ്ട് എനിക്ക്. പിന്നെ എന്റെ ലൈഫ് സ്പോയിൽ ആകുന്നതിനെക്കുറിച്ച് താങ്കൾ വറീഡ് ആവണ്ട. എന്റെ പേരൻസിനോ എനിക്കോ ഇല്ലാത്ത പ്രശ്നം താങ്കൾക്ക് എന്തിനാ? മറിയം ജോനഥാനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. മറിയം. ദാവീദിനോടുള്ള ദേഷ്യത്തിന് തന്റെ ഒപ്പം നിൽക്കുമെന്ന് കരുതിയ മറിയത്തിന്റെ വാക്കുകൾ അവന് വിശ്വസിക്കുവാനായില്ല. ദാവി, നീ പൊയ്ക്കോ, വൈകുന്നേരം കാണാം. ഞാൻ വരാം. ദാവീദ് മറിയത്തിന്റെ തോളിൽ തട്ടി അവിടെ നിന്ന് പോയി. ജോ, മറിയം ജോനഥാനെ നോക്കി. നോ. അവൻ കൈ ഉയർത്തി തടഞ്ഞു. ക്ലാസ്സിലേക്ക് പോയി. നമുക്ക് നാളെ നോക്കാൻ ബാക്കി. ജോനഥാൻ ബുക്കെടുത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങി. ജോ നിൽക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മറിയം അവന് പിന്നാലെ പോയി. ജോനഥാൻ സ്റ്റാഫ് റൂമിൽ കയറിയപ്പോൾ അവൾ പുറത്തു നിന്നു. ജോനഥാൻ ബാഗ് എടുത്ത് പുറത്തിറങ്ങി. ജോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ജോ പ്ലീസ്. മറിയം അവന് പിന്നാലെ ചെന്നു. ജോനഥാൻ സ്റ്റെപ്സ് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടന്നു. ജോ, അവൾ അവന് മുന്നിൽ കയറി നിന്നു. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്താ ഞാൻ കേൾക്കേണ്ടത്? നീയെല്ലാം പറഞ്ഞല്ലോ, ഞാൻ ഔട്ട്സൈഡർ അല്ലേ? ജോ, എടോ, അവനൊരു സ്വാർത്ഥനാണ്. അത് നിനക്കിപ്പോ മനസ്സിലാകില്ല. മനസ്സിലാകുമ്പോഴേക്കും നീ ഒറ്റപ്പെടും. എനിക്ക് സങ്കടമുണ്ട് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ. എന്തിന്? ആർക്കും ഇല്ലാത്ത വേദന എന്തിനാ നിങ്ങൾക്ക്? ബിക്കോസ് ഐ ലവ് യു, അതുകൊണ്ട് തന്നെ. ജോനഥാൻ ഉറക്കെ പറഞ്ഞു. നോ, മറിയം പറഞ്ഞു. നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാനൊന്നും ഞാൻ വരില്ല. അവനെപ്പോലെ ചതിക്കുകയില്ല. പക്ഷേ നിന്നെ എനിക്ക് കിട്ടാൻ തടസ്സം ദാവീദാണെങ്കിൽ സോറി മറിയം. ജോനഥാൻ കാറിൽ കയറി. അവന്റെ കാറ് പോകുന്നത് മറിയം നോക്കി നിന്നു. കാറ് കണ്ണിൽ നിന്ന് മാഞ്ഞപ്പോൾ മറിയത്തിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. പറയുക. ദാവീദ് കാറിൽ നിന്നിറങ്ങി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. എവിടെ പോയതാ? മറിയത്തെ കോളേജിലാക്കാൻ പോയതാ. ഇപ്പൊ തിരിച്ചെത്തിയതേ ഉള്ളൂ. അതെന്താ, അവിടെ ബസ്സൊന്നുമില്ലേ? ഡ്രൈവറില്ലേ? പ്രൈവറ്റ് റോഡല്ലേ ഇവ, ഇവിടുന്ന് ബസ്സില്ല. പിന്നെ ഡ്രൈവറെ വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ. ഓ, അവളെ കൊണ്ടുവിടാനാകും. സൗകര്യമായല്ലോ. ഇനി കൊണ്ടുവരാൻ പോകുന്നില്ലേ? അവള് കുഞ്ഞല്ലേ, ഒറ്റയ്ക്ക് വന്നാൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ? ആ, ചിലപ്പോ പിടിച്ചുകൊണ്ട് പോയാലോ? ദാവീദിന്റെ ശബ്ദം മാറി. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്. എന്റെ റെസ്പോൺസിബിലിറ്റിയാണവൾ. റെസ്പോൺസിബിലിറ്റി മാത്രമല്ലല്ലോ, സ്നേഹവും അവള് തന്നെയല്ലേ ദാവി? ഞാൻ അതിൻ്റെ ഇടയിൽ വലിഞ്ഞു കയറി വന്നവൾ. നിനക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവ? നീ എന്നെ ചതിക്കുകയാണോ ദാവി? ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ്. ദാവീദ് കോള് കട്ട് ചെയ്തു. ഹലോ ഹലോ. റിബേക്ക ഫോണിലേക്ക് നോക്കി. കോള് കട്ടായത് കണ്ടപ്പോൾ അവൾ ദേഷ്യത്തിൽ ഫോൺ വലിച്ചെറിഞ്ഞു. ഫോൺ നിലത്ത് വീണ ശബ്ദം കേട്ട് എലീന അവിടേക്ക് വന്നു. എന്താ മോളെ? മമ്മ, എനിക്ക് ദാവീദിനെ വേണം. എനിക്ക് എങ്ങനെയെങ്കിലും അവനെ വേണം മമ്മ.
അവൾ അവനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കും മമ്മ. സേറ അവൾ എന്നെ തോൽപ്പിക്കും. എനിക്ക് സഹിക്കില്ല. സേറ ദാവീദിനെ തട്ടിയെടുക്കും. എന്റെയാ ദാവീദ് മമ്മ. മോളെ, ദാവിയെ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. മമ്മ എനിക്കൊരു വഴി പറഞ്ഞതാ. അവൻ എൻ്റെ കൺമുന്നിലില്ല. അവൻ അവളുടെ അടുത്തല്ലേ. മോള് മമ്മ പറഞ്ഞാൽ അനുസരിക്കുമോ? അനുസരിക്കാം. ദാവീദിനെ കിട്ടുമെങ്കിൽ മമ്മ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. ക്ലാസ് കഴിഞ്ഞ് മെറിയം എഴുന്നേറ്റപ്പോൾ അവളുടെ കൂട്ടുകാരവളെ വളഞ്ഞു. സേറ, നീയും പ്രൊഫസറും തമ്മിൽ എന്താ ബന്ധം? എന്ത് ബന്ധം? ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മെറിയം. കോളേജിൽ എല്ലാവരും പറയുന്നു. ഒന്നുമില്ല, അദ്ദേഹം എൻ്റെ ബ്രോയുടെ ഫ്രണ്ടാണ്, എൻ്റെയും, അല്ലാതെ മറ്റൊന്നുമില്ല. അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി നടന്നു. ആകെ അസ്വസ്ഥമായിരുന്നു അവളുടെ മനസ്സ്. പുറത്തിറങ്ങിയപ്പോൾ അവളെ കാത്തു നിൽക്കുന്ന ദാവീദിനെ കണ്ടു. മെറിയം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്താ പഗ്? ദാവീദ് ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. വയ്യ ദാവീ. അവൾ അവനെ വിട്ട് കാറിൽ കയറി. ജോനത്താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ദാവീദ്. തിരിച്ചു വരുമ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എന്തു വേണം ദാവി? തിരിച്ചിഷ്ടമാണെങ്കിൽ സ്നേഹിക്കണം. ഒരാൾക്ക് ഒരാളെയല്ലേ സ്നേഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഭാര്യയായിട്ട് പോലും ഇമ്മാനുവൽ ഏത്തന് മിറയെ സ്നേഹിക്കാൻ കഴിയാതെ പോയത്? പെട്ടെന്ന് ദാവീദ് കാർ നിർത്തി മെറിയത്തെ നോക്കി. മെറിയം ദാവീദിനെയും. അത് അത്രയധികം ഇമ്മാനുവൽ എസ്തേറിനോട് അടുത്തിരുന്നു. അതുകൊണ്ടാകും മിറയെ സ്നേഹിക്കാൻ കഴിയാതിരുന്നത്. അത്രയധികം അടുക്കാനെന്ന് വെച്ചാൽ എങ്ങനെ? എത്രയധികം? അറിയില്ല. ദാവീദ് കാർ സ്റ്റാർട്ട് ചെയ്തു. മെറിയം ദാവീദിനെ നോക്കി ചിരിച്ചു. മിസ്റ്റർ ഏത്തൻ, നിങ്ങൾ ഒരു നിഗൂഢതയുടെ താഴ്വാരം തന്നെയാണ്. പക്ഷെ ഈ എസ്തേർ അറിയാതെ അവിടെ ഒരു കാറ്റ് പോലും വീശില്ല, ഒരു ഇല പോലും അനങ്ങില്ല. അവൾ ദാവീദിനെ ഒന്ന് നോക്കിയ ശേഷം നോട്ടം പുറത്തേക്ക് തിരിച്ചുവിട്ടു. ദാവീദ്, അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു. എന്താ? ഒന്നുമില്ല. അവൾ ചിരിച്ചു. രാത്രി മെറിയം മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റി എഴുന്നേറ്റു. അവൾ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. വേഗം കോട്ടെടുത്തിട്ട് അവൾ വാതിൽ തുറന്നു. മെല്ലെ പടികളിറങ്ങി ഹാളിൽ ചെന്ന് കീയെടുത്ത് മെയിൻ ഡോർ തുറന്ന് മെല്ലെ പുറത്തേക്കിറങ്ങി മെറിയം. പൂർണ്ണചന്ദ്രനെ ജനലിലൂടെ നോക്കി നിൽക്കുന്ന ദാവീദ് മെറിയം പോകുന്നത് കണ്ട് പുറത്തേക്കിറങ്ങി. മെറിയം കാറിൽ കയറി. ദാവീദ് വേഗം ഡോറ് തുറന്ന് അവളുടെ അടുത്തിരുന്നു. നീ എങ്ങോട്ടാ? മെറിയം ചോദിച്ചു. അത് ഞാൻ ചോദിക്കേണ്ടതാ. നീ എങ്ങോട്ടാ? എനിക്കൊരിടം വരെ പോകാനുണ്ട്, മെറിയം പറഞ്ഞു. എനിക്കും. നീ പോയിക്കോ, മെറിയം പറഞ്ഞു. ഒരു കാറല്ലേ ഉള്ളൂ, എന്നെ വഴിയിൽ വിട്ടാൽ മതി, ദാവീദ് പറഞ്ഞു. എവിടേക്കാ? അവൾ ചോദിച്ചു. ഹെബ്രോൻ കുന്നിലേക്ക്. ദാവീദ് പറഞ്ഞത് കേട്ടപ്പോൾ അവൾ അവനെ നോക്കി. മെറിയം ഒന്നും മിണ്ടാതെ കാർ സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ചുറ്റിലും ഇരുട്ടായിരുന്നു. ദാവീദ് ഇടയ്ക്ക് മെറിയത്തെ നോക്കി ചിരിച്ചെങ്കിലും അവൾ അത് കണ്ടില്ല. കുറേ ദൂരം ചെന്നപ്പോൾ കാർ നിന്നു. ഷേ! അവൾ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിച്ചു. അവൾ ഇറങ്ങി കാറിന് മുന്നിൽ വന്ന് നിന്നു. മെക്കാനിക്, വേഗം നന്നാക്കൂ, ദാവീദ് കാറിലിരുന്നു പറഞ്ഞു. അവൾ വാച്ചിലേക്ക് നോക്കി. ഇപ്പൊ ശരിയാക്കാം. അവൾ തിരിഞ്ഞു നിന്ന് ഒരൊറ്റ ഓട്ടം ഓടി. മെറിയം! ദാവീദ് കാറിൽ നിന്നിറങ്ങി അവൾക്ക് പിന്നാലെ ചെന്നു. പഗ്, നിൽക്ക്! അവൾ അത് കേൾക്കാൻ നിൽക്കാതെ ഓടി. ഹെബ്രോൻ കുന്നിന്റെ താഴ്വാരത്തെത്തിയപ്പോൾ അവൾ അവിടെ നിന്ന് കിതച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. അവൾ വേഗം കുന്നിന്റെ മുകളിലേക്ക് ഓടി. അവൾ ചെന്ന് ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾ പൂർണ്ണചന്ദ്രനെ മറച്ചിരിക്കുന്നു. മെറിയത്തിന്റെ മുഖം വാടി. ഓടി ദാവീദ് അവിടേക്ക് എത്തിയതും മേഘങ്ങൾ പൂർണ്ണചന്ദ്രനെ വിട്ടൊഴിഞ്ഞു. ദാവീദ് കുന്നുകയറാൻ തുടങ്ങി. മെറിയം അവനെ തിരിഞ്ഞു നോക്കി. ദാവീദ് മുകളിലേക്ക് നോക്കി. ദാവീദ് കണ്ടത് തന്റെ എസ്തേറിനെയായിരുന്നു, മെറിയം ഇമ്മാനുവലിനെയും.